ഇത് പാർട്ടി സെക്രട്ടറിമാരായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ മത്സര രംഗത്തുണ്ടാവില്ല. ഇനിയിപ്പോൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ സെക്രട്ടറി സ്ഥാനത്ത് മാറിയിട്ടാണ് മത്സരിക്കുക, അല്ലെങ്കിൽ അതിന് പകരം ചാർജ് കൊടുത്തുകൊണ്ടാണ് മത്സരിക്കുക. അതൊന്നും ഉറപ്പിച്ചിട്ടില്ല. അതെല്ലാം വരേണ്ട കാര്യമാണ്. ഇനി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പൂർണ്ണമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്, എന്നാൽ എല്ലാം തീരുമാനിച്ചു പറഞ്ഞാൽ അതും തെറ്റാണ്. പൂർണ്ണമാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പ്രോസസ്സൊക്കെ നടക്കണം. അതൊക്കെ മറ്റ് പാർട്ടികളുമായിട്ടുള്ള ചർച്ചയിലൂടെ മാത്രമല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതൊന്നും തീരുമാനമായിട്ടില്ല. അല്ല, എല്ലാം ചർച്ച ചെയ്യുമല്ലോ. ഏതാ ചർച്ച ചെയ്യാതിരിക്കുക? ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വശങ്ങളും ചർച്ച ചെയ്യും. എന്നിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇല്ല, പി ബിയിൽ നിന്ന് ഒരാളെ മത്സരിക്കുന്നുള്ളൂ. അതല്ല, ഈ 4-ാം തീയതിക്ക് മുമ്പായിട്ട് പൂർത്തിയാവും. 4-ാം തീയതിക്ക് മുമ്പായിട്ട് പൂർത്തിയാവും. 5-ാം തീയതി സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞാൽ പട്ടിക തയ്യാറാക്കും. അത് താഴെ ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും ചർച്ച ചെയ്ത് അതിനുശേഷം ഒരു തിരിച്ചു വരണം. 8-ാം തീയതി ആകുമ്പോഴേക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. 8-ാം തീയതിക്കകം പ്രതീക്ഷിക്കേണ്ട. 8-ന് 8ഓടുകൂടി അല്ലെങ്കിൽ 9-ാം തീയതി ആയിട്ട് പ്രതീക്ഷിക്കും. അതൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ഫൈനലൈസ് ചെയ്ത് 8-ാം തീയതി 9-ാം തീയതി പറയാം നിങ്ങളോട്. എല്ലാവരുടെ പേരും കരുതലൊന്നും വേണ്ട. അല്ല, ആരൊക്കെയാണ് പരിഗണിക്കുന്നതെന്ന് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ. കുറെ ആളെല്ലാം പരിഗണിക്കുന്നുണ്ട്. പരിഗണിക്കുന്നതെല്ലാം വെച്ചുകൊണ്ടല്ലേ നമ്മൾ തീരുമാനിക്കുക. നികേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നോടൊപ്പം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. അത് പാർട്ടി ചെലവിലാണോ, പാർട്ടിയുടെ സേവന ടീമിലേക്കാണോ കുറച്ച് ആളുകളെ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നത്? അറിയില്ല. പാർട്ടിയാണോ പൈസ കൊടുക്കുന്നത്? ആരോ എന്നോട് ചേരാനോ? എന്നോടൊപ്പം ചെയ്തത് നികേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ചില മാധ്യമങ്ങൾ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അപ്പൊ അത് പാർട്ടി ചെലവിലാണ് പൈസ കൊടുക്കുക, ശമ്പളം കൊടുക്കുകയാണ്. കാരണം പുള്ളിയുടെ പഴയ ഇതിൽ ആർക്കും ചേരാൻ വിശ്വാസമില്ല. ഒരുപാട് ആളുകൾ പത്ത് ജോലി പൈസ കൊടുത്തതാണ്. അപ്പൊ അത് പാർട്ടി ചെലവിലാണ് എടുക്കാൻ പോകുന്നത്. അറിയില്ല അതെന്താ അതിന്റെ പ്രോഗ്രാം. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിഷ്വലി കണ്ടിട്ടില്ല. വിഷ്വലി നിങ്ങളിലെ നോക്കിയിട്ട് നോക്കണ്ടത് എവിടെയെങ്കിലും കണ്ടിനോ? നിങ്ങൾ ശ്രദ്ധയപ്പെട്ട നിങ്ങൾ ശ്രദ്ധയപ്പെട്ടോളൊന്നുമില്ലല്ലോ. അത്ര ഗൗരവമുള്ള ശ്രദ്ധയാവാൻ സാധ്യതയില്ലല്ലോ എല്ലായിരിക്കും ഒറ്റക്കൊറ്റക്ക് നോക്കുമ്പോൾ. പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ പരിക്ക് ഇതെല്ലാം നിങ്ങൾക്കെല്ലാം ചോദിക്കാൻ പറ്റുമത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാല് അവിടെ മറഞ്ഞു നിന്നിട്ട് ഗറില്ല ആക്രമണം പോലെയാണ് നടത്തിയത്. സത്യം പറഞ്ഞാല് 2 ബാച്ചായിട്ട് അതിൽ മറ്റേ കോഴിക്കോടുകാരൻ ഉൾപ്പെടെയാണ് ഉണ്ടായത്. അതുകൊണ്ട് റിമാൻഡ് ചെയ്തപ്പോഴേ മനസ്സിലായത് കോഴിക്കോടുകാരുണ്ട്. അപ്പൊ അതിന് പറ്റുന്ന ചില ടീമിനെയാണ് ഇറക്കിയത്. ഗറില്ല യുദ്ധം പോലെ കൈകാര്യം ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. പോലീസിനോ? ഗറില്ല യുദ്ധം നടന്നാലേ എങ്ങനെയാ പോലീസിന് നേരിടാൻ പറ്റുക? അതറിയാം. ഗറില്ലിനെ പറ്റി വല്ല കേട്ടിട്ടുണ്ടാവും? ഗറില്ലയെ പറ്റിയൊന്നും കേട്ടോ? അല്ല, ഗറില്ല യുദ്ധത്തെ പറ്റി എന്തെങ്കിലും കേട്ടോ? നമ്മൾ ആരെ സീറ്റ് ഏറ്റെടുക്കുന്നില്ല. പോരെ, സമാധാനം.
VD സതീഷിനെതിരെ ആ. അത് ഒരു ശക്തനായ കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് CPM ആവശ്യം അവിടെ അത് നമ്മൾ ആലോചിക്കും. അതിന് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, ഒരാളെ സീറ്റ് ഏറ്റെടുക്കുന്നില്ല. ഉം. എത്ര സീറ്റ് ആര് CPM അതൊക്കെ നമ്മൾ സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. സ്വതന്ത്രമാരുണ്ടാവും. സ്വതന്ത്രമാരൊക്കെ ഉണ്ടാവും, സ്വതന്ത്രമാരില്ലാണ്ട് കിടക്കുവാണ്. ആര് മുകേഷിനെ പോലുള്ള പ്രശസ്തരായിട്ടുണ്ടാവും. അതൊന്നും പറയാൻ പറ്റില്ല. ആരൊക്കെ ഉണ്ടാകുക എന്നുള്ളത് ലിസ്റ്റ് വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും കോൺഗ്രസ് രമേശ് പിച്ചാരടിയൊക്കെ മത്സരിക്കുന്നത്. ഓ അവരല്ലേ ആദ്യം ലിസ്റ്റ് പ്രഖ്യാപിക്കത്തിന്റെ ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പം പോന്നല്ലേ ഉള്ളൂ, പോയിട്ടല്ലേ ഉള്ളൂ. ഇനി വരണ്ടേ പോയിട്ട്. കുറ്റിയേരിയ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും പിന്നെ അവിടെ CPM മത്സരിക്കുകയാണ്. ഇത്തവണ എന്തായാലും അല്ലെങ്കിൽ പകരം സീറ്റ് വേണമെന്നാണ് കേരള കോൺഗ്രസ് നോക്കാം. അതൊക്കെ ചർച്ച നടത്തിയിട്ട് തീരുമാനിക്കേണ്ടിയാണ്. പക്ഷേ നഗരൂരിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കാർ കൊണ്ട് മുകളിലിട്ട് പോലീസുകാർ നിർദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ മാത്രമല്ല തർക്കങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ വളരെ മോശം തർക്കങ്ങളൊക്കെ സാധാരണ ഉണ്ടാകും. പോലീസ് ഉപയോഗിക്കുന്നപ്പോഴോ പക്ഷെ ഇത് ഭയങ്കര തെളിവിളിക്കെ വിളിക്കപ്പെടുത്തി ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് ഗുണം ചെയ്യും. പക്ഷെ ഇങ്ങനെ വിഷ്വൽസ് ഒക്കെ പുറത്തു പോയി അത് ആളുകളെ ഡിവൈഎഫ്ഐക്ക് ഇങ്ങനെ ചെയ്യണം. അല്ല, ഡിവൈഎഫ്ഐക്ക് എതിരായിട്ട് നടന്ന കടന്നാക്രമവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ്. അങ്ങനെയുള്ളൊരു സംഘർഷാത്മക പ്രശ്നത്തിലേക്ക് പോകരുത് എന്നാണ് നമ്മുടെ നിലപാട്. അതെ, സ്റ്റേഷൻ ഓഫീസറുടെ ഒരു നിലവാരത്തിൽ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിഷേധം ഇമാതിരിയൊക്കെ ആയിരിക്കും. ആ പ്രതിഷേധത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാ വരിക. അതൊക്കെ ഈ പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതല്ല. അല്ലാതിരുന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ വരിക. ഞങ്ങൾ ജനപ്രിയരല്ലാതെ ആരായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്? അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ലിസ്റ്റ് വരുമ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അത് വിസ്മയം മറ്റേ ചങ്ങ നുണജാതന്റെ മുദ്രാവാക്യല്ലേ? നുണജാതന്റെ മുദ്രാവാക്യാണല്ലോ. പക്ഷേ പല ജില്ലയിൽ നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ അടക്കം ഒരു മണ്ഡലത്തിൽ ഒരു പേരൊക്കെ വെച്ചാണ് വന്നത്. ഈ ഒരു പേര് വന്ന സ്ഥലങ്ങളിൽ ഇനി ഇവിടെ ഇടപെട്ട് മാറ്റം വരുത്താൻ സാധിക്കും. എപ്പോഴും ഞങ്ങളല്ലേ ഇവിടെ അവസാന വാക്ക് പറയേണ്ട സ്റ്റേറ്റ് കമ്മിറ്റി അല്ലേ? സ്റ്റേറ്റ് കമ്മിറ്റി അല്ലേ? സ്റ്റേറ്റ് കമ്മിറ്റി അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുത്താം. നേരത്തെ ഈ ആര്യ രാജ്യത്തിന് സീറ്റ് കൊടുക്കുന്ന സമയത്ത് മാഷ് പറഞ്ഞിരുന്നു ഉൾപ്പെടെ പരിഗണിക്കപ്പെട്ടു. പക്ഷേ അല്ല, അതൊക്കെ പരിഗണിക്കാൻ ഇന്ന് പരിഗണിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പരിഗണിക്കാൻ ഇനി എത്ര ചാൻസ് ഉണ്ട്? ആയോ? തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. എത്ര തെരഞ്ഞെടുപ്പുകൾ? ഈ മാത്രമല്ല ഇപ്പൊ 2 ടേം ഷംസീർ തലശ്ശേരി, അതുപോലെ TP രാമകൃഷ്ണൻ പേരാമ്പ്ര, വീണ ജോർജ് ആറന്മുള, അവിടെയൊക്കെ എന്തായിരിക്കും അതേ രീതിയാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ 2 ടേം പൂർണ്ണമായിട്ട് നടപ്പിലാക്കും. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ അത് പറഞ്ഞിട്ടുണ്ട് കാര്യം? നിങ്ങളെല്ലാം നോക്കിക്കോ. എത്രയേ ഉള്ളൂ. സുരേഷ് ഗോപിനൊന്നും ആലോചിക്കുന്നില്ല. ഒരു പരിഗണനയില്ല. അതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയല്ലേ? അത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. ഞങ്ങളെ ഭാഗത്തൊന്നുമില്ല ഒന്നും. ഇല്ല ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞു. അതൊന്നും ഞങ്ങളുടെ മുമ്പിലുള്ള വാർത്തയല്ല. നിങ്ങളുടെ വാർത്ത നിങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ തന്നെ നിഷേധിച്ചു. രാഷ്ട്രീയത്തിൽ എന്ത്? അത് VD സതീശനാണ് നുണജാഥയുടെ പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചിട്ട് പറയാം.